അതിലൊരിക്കലും ഈ നൂറ്റാണ്ടിൽ ജീവിച്ച നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നായിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തഹയ്യ എന്ന സാമ്പത്തിക സമാഹരണം മാറിയിരിക്കുന്നത്. 40 കോടി പിന്നിട്ടു. നാളെ വൈകുന്നേരം അവസാനിക്കുന്നതോടെ ചരിത്രത്തിലെ വലിയ ഒരു അത്ഭുതമായിട്ട് തഹയ്യ മാറുകയാണ്. ആരാണത് കൊടുക്കണം, ജനങ്ങളോട് സാമ്പത്തിക സഹായം നൽകണം എന്ന് പറഞ്ഞത് ആരാണ്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ, അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഞങ്ങളൊരു വലിയ സമ്മേളനം നടത്തുന്നുണ്ട്, 100ാം വാർഷികം നടത്തുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. അവിടെ സ്റ്റേജ് കെട്ടണം, മൈക്ക് വെക്കണം, അവിടെ ഗ്രൗണ്ട് ഒരുക്കണം. അതിന് പൈസ തരണം എന്നാണോ പറഞ്ഞത്? അല്ല. ഈ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് ബഹുമാന്യരായ ഉലമാ, നമുക്ക് നേതൃത്വം നൽകിയ സയ്യിദുമാര് നമ്മളുടെ നാടുകളിൽ മദ്രസ ഉണ്ടാക്കി, പള്ളികൾ ഉണ്ടാക്കി, ദർസുകൾ ഉണ്ടാക്കി. ഈ പറയുന്ന ഒരു നല്ല സംസ്കാരം നമുക്കൊക്കെ ഇടയിൽ അവർ സൃഷ്ടിച്ചു. 100 വർഷം തികഞ്ഞു. ഇനി അടുത്ത ഒരു 100 വർഷം നമ്മുടെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഈ നാട്ടിൽ ജീവിക്കുമ്പോ അവർക്ക് അവരുടെ അത്യന്താധുനികമായ കാലഘട്ടത്തിൽ വിജ്ഞാനം നേടാന്, സമസ്തയുടെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾക്ക്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, അതിനും സമസ്തയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടാവണം. ഇങ്ങനെ ഒരു നൂറ്റാണ്ട് കൂടെ മുന്നിൽ കണ്ട് ദീർഘദർശനം ചെയ്ത് അതിലേക്ക് ജനങ്ങളെ നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൈയയച്ചു കൊടുക്കല്ലേ. നമ്മളതിങ്ങനെ അതിന്റെ ആ സ്ക്രോളിംഗ് ഇങ്ങനെ നോക്കിയാല് 10 രൂപ, 50 രൂപ, 100 രൂപ, 200 രൂപ, 1000 രൂപ, ഇങ്ങനെ ഈ ഉമ്മത്ത് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സദക്ക കൊടുക്കുമ്പോ ആ സദക്ക കൊടുക്കുന്നവർക്ക് മാത്രമല്ല, ആ സദക്ക കൊടുക്കുന്നത് കാണുമ്പോ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വിരിയുന്ന ആഹ്ലാദം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊക്കെ ആ തഹയ്യ എന്നുള്ള ആ ആപ്പ് നാളെ അത് അവസാനിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പൊന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. എവിടുന്നൊക്കെയുള്ള ആളുകൾ, കുട്ടികള്, സ്ത്രീകള്, സഹോദരന്മാര് എല്ലാവരും നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് മനസ്സറിഞ്ഞ് കൊടുത്താല് 40 കോടിയല്ലല്ലോ, അതിന്റെ അപ്പുറത്തേക്ക്. സത്യത്തില് സമസ്തയെ വിശ്വസിക്കുന്ന ആളുകൾക്കൊന്നും ഇതിലൊരാശങ്ക ഉണ്ടായിരുന്നില്ല. 1 കോടി തികയോ, 2 കോടിയാകോ, 5 കോടിയാകോ, അൽഹംദുലില്ലാ നമ്മളൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാരും ദീനിനെ സ്നേഹിക്കുന്നവരും ഈ സംഘടനാ